Good afternoon, sir. Vinisha, good afternoon. Vijay Good, KS, good afternoon. good afternoon, sir. Yes, good afternoon. എന്തൊക്കെയുണ്ട് വിജി കേസ് വിശേഷം? സുഖായിരിക്കുന്നു. വൈബിയൊക്കെ കഴിഞ്ഞു ഹാപ്പിയായി. എന്തോ? വൈബിയൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ആ പരീക്ഷ ഒന്ന് എഴുതി കഴിഞ്ഞാൽ മതി അല്ലേ? ആ പരീക്ഷ കൂടെ ഒന്ന് എഴുതി കിട്ടിയ സമാധാനായി. യെസ്, ഓക്കെ ഓക്കെ. സമാധാനം ഒന്നും ആവില്ല, അപ്പൊ അടുത്ത പ്രശ്നം വേറെ വരും. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വന്നിരിക്കും. ജീവിതം അങ്ങനെയല്ലേ? ഈ മോണ്ടിസോറി ചെയ്യാൻ വേണ്ടി ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം എൻറോൾ ചെയ്തത്. അതെ. 2 പ്രാവശ്യവും എൻറോൾ ചെയ്തപ്പോഴും എന്റെ അമ്മായിമ്മ വയ്യാണ്ട് ആശുപത്രിയിലും പിന്നെ പോവാൻ പറ്റാതെ പിള്ളേരും അങ്ങനെയൊക്കെ സാഹചര്യമായിരുന്നു. പിന്നെ ഏറ്റവും അവസാനമാണ് ഈ ഓൺലൈനായിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അതും അവസാനമായപ്പോ അമ്മയ്ക്ക് വയ്യാണ്ട് ഇപ്പം എന്തെന്നാ പറയാ അവസ്ഥയുടെ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യാം, ഏതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് പറയും മുന്നോട്ട് തന്നെ പോയിക്കോളൂ. സംഗീത, ലിനി തോമസ്, ജോൺഫി, ജിനു, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. Good afternoon, sir. Yes, good afternoon, Lini, Vijini, good afternoon. നമുക്ക് ആരംഭിക്കാം. പ്രേരണ പ്രാർത്ഥനകളുണ്ടോ? യെസ്, അത് നമുക്ക് ആരംഭിക്കാം. അപ്പോ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ് അല്ലേ? ഓക്കെ. ലിനി, നമ്മൾ റോമൻ ലെറ്റർ 12 വരെ എഴുതി അല്ലേ? സർ, ഞാൻ 2 weeks അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ സെയിം ഹോസ്പിറ്റൽ കേസ് തന്നെയായിരുന്നു എനിക്കും. അതൊന്ന് നോക്കി എഴുതിയെടുക്കണേ. അത് എഴുതിയെടുത്തില്ല എങ്കിൽ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവും. ഒരു ക്ലാസ്സിലത്തെ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് ക്ലാസ്സിലത്തെ എഴുതിയെടുക്കാത്തുള്ളൂ. അത് ഞാൻ എഴുതിയെടുക്കാം. ഓക്കെ ഓക്കെ. റാസ്മയ, രണ്ടുപേരോടും ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ റാസ്മയ, നമ്മള് റോമൻ ലെറ്റർ 12 വരെയല്ലേ എഴുതി നിർത്തിയത്? സാർ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ ബിനിഷ. ഓക്കെ, റോമൻ ലെറ്റർ 12 ആണ്. യെസ്. ഓക്കെ സാർ, 12 ആണ്. റോമൻ ലെറ്റർ 12 നമ്മൾ നോക്കിയത് fill in the blanks using the correct relative pronoun. അതായിരുന്നില്ലേ? അതെ അതെ, റിലേറ്റീവ് pronoun. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി റോമൻ ലെറ്റർ 13 എഴുതിക്കോ. Change the following sentence. Change the following sentence into negative. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴെ പറയുന്ന വാചകങ്ങളെ നെഗറ്റീവ് ആക്കി മാറ്റുക. യെസ്, ഓക്കെ, നെഗറ്റീവ് ആക്കി മാറ്റുക. അതിന്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, he looks very
Ayyo, sorry. He looks അല്ല, he drinks ആണ്. DRINKS, drinks milk, MILK, milk every day. ഒന്നുകൂടി പറയാം, he drinks milk every day. അതിനിടയിൽ ABC 3 ആൻസർ ഉണ്ട്. ABC. A എഴുതിക്കോ. A. He does not drink milk every day. He does not drink milk every day. രണ്ടാമത്തത് B. He not drink not drink milk every day. മൂന്നാമത്തത് C. He did not drink milk every day. He did not drink milk every day. Binisha, it is your turn. Correct answer. Surumi, good afternoon. Good afternoon, sir. Good Okay, afternoon, sir. Binisha, good afternoon. Okay. He did not drink milk every day. ഉറപ്പിച്ച യെസ്. വിജയ് കേസിന് ബിനീഷ പറഞ്ഞോട് യോജിക്കാം, വിയോജിക്കാം. He milk every day. He does not. He does not drink milk every day. എന്തോ He does not drink milk every day. വെറുതെ പറഞ്ഞതാണ്, വല്ല ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. അല്ല, ഡ്രിങ്ക്സ് എന്നുള്ളത് സിമ്പിൾ ടെൻസ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ബിൻഷ, ഈ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോ ഒന്നില്ലെങ്കിൽ ഡിഡ് നോട്ട്, ഒന്നില്ലെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഡിഡ് നോട്ട് വരുന്നത് പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ്. ഡ്രിങ്ക് എന്നുള്ളതിന് പകരം DRANK ഡ്രാങ്ക് എന്നായിരുന്നെങ്കിൽ ബിനീഷ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോ ആൻസർ ഏതാണ്? ഹി ഡസ് നോട്ട് ഡ്രിങ്ക് മിൽക്ക് എവറി ഡേ. അടുത്തത് she is my best friend. അതിന്റെ ഇടയിൽ ABC എഴുതിക്കോ. She not my friend. അടുത്തത് she is not my friend. Sir, she is not my Anna. She is not my best friend എന്നാണല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ചേർത്തോട്ട, ബെസ്റ്റ് ഫ്രണ്ട്. മൂന്നാമത്തെ she was not my best friend. Yes. Gino Jose, it is your turn. She is not My best friend. Correct answer. Very good. She is not my best friend. Another question. I am your class teacher.
class teacher. Yes, and a delay ABC. A. I not your class teacher. I not your class teacher. B. I don't be DON apostrophe T. Don't be your class teacher. C. I don't your ആണോ? Don't be your class teacher. C. I am not your class teacher. I am not your class teacher. Don't feel it is your turn. I am not your class teacher. So correct answer. Very good, very good, very good. അടുത്തത് Roman letter 14, 1-4. Question number 1. Question number 1. Change the following sentence. Change the following sentence into INTO, into passive voice. PASSIVE, passive voice. VOICE, voice. അതില് first question. ചോദ്യം ഇതാണ്. He takes, TAKES, takes my scooter. He takes my scooter. SSCOOTER, scooter. അടുത്തത് ABC, മൂന്ന് ആൻസർ ഇരിക്കും. A. My scooter is taken by him. Taken by him. B. My scooter was taken by him. C. My scooter has been taken by him. My scooter has been taken by him. Okay, Sangeeta, it is your turn. My scooter is taken. Aditya, അല്ലേ? ഫസ്റ്റ് അല്ലേ സംഗീത? കട്ടായി പോവുകയായിരുന്നു. സംഗീത ആദിത്യ അല്ലേ? Okay, correct answer. Very good, very good, very good. Correct answer. Answer is my scooter is taken by him. Ardu. She. Yes, sir. എന്താണ് വിഷയം? Change into passive voice. Passive voice. Change into passive voice. Harnisa, change into passive voice. Yes. Another question. She played, PLAYED, played football. FOOTBALL.
FOOTBALL. She played football. Yes, അതിന്റെ അടിയില് 3 ആൻസർ എഴുതിക്കും. A. Football had played PLAYED, played by her. Tender. Football was played PLAYED, played by her. അടുത്തത് football has been played PLAYED, played by her. Football has been played by her. Okay. Mary Dilshia, it is your turn. Sir. Football was played by her. It's a correct answer. Very good. Okay. Yes. അപ്പോ ഇതോടുകൂടി നമ്മളുടെ പരീക്ഷയുടെ മെയിൻ പരീക്ഷയ്ക്ക് വരുന്ന മോഡലുള്ള ചോദ്യങ്ങൾ ഏതാണ്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ആ മെയിൻ പരീക്ഷയ്ക്ക് മുൻപ് ഒരു ടേം എക്സാമിനേഷൻ ഉണ്ട്. ആ ടേം എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാം പഠിക്കണ്ട. ടേം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം പഠിക്കണ്ട. ആ 9 മുതൽ ചാപ്റ്റർ 9 മുതൽ താഴേക്കുള്ളത് പഠിച്ചാൽ മതി. 9, 10 മുതൽ താഴേക്കുള്ളത് പഠിച്ചാൽ മതി. ഇതിനു വേണ്ടിയിട്ട് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പുള്ള ടേം എക്സാമിനേഷൻ വേണ്ടിയിട്ട്. അപ്പൊ ടേം എക്സാമിനേഷൻ ആദ്യം തൊട്ടെന്ന് പറയോ? എന്തോ സാർ ഏതൊക്കെയാണെന്ന് പറയോ? കേട്ടില്ല. ചാപ്റ്റർ 9 കണ്ടീഷണൽ സെന്റൻസ്. ചാപ്റ്റർ 10 പ്രിപ്പോസിഷൻ. പിന്നെ ചാപ്റ്റർ 12 പാർട്ടിസിപ്പിൾ. Chapter 13 phrasal verb. Then chapter 14 question diagram. Okay. അപ്പൊ ഇനി അടുത്ത ഹെഡിങ് ആയിരിക്കും. ഇനി നമ്മൾക്ക് കുറച്ച് അതിൻ്റെ അകത്ത് മാത്രമുള്ള കുറച്ച് നോക്കാം. സെക്കൻഡ് എക്സാമിനേഷൻ ഹെഡിങ് കൊടുത്തു. ടേം എക്സാമിനേഷൻ കൊടുത്താലും മതി. ടേം എക്സാമിനേഷൻ. യെസ്. ഓക്കെ. അതിൻ്റെ അകത്ത് ടേം എക്സാമിനേഷൻ അങ്ങനെ ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. യെസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മറ്റു വിഷയങ്ങളായിരിക്കും. ഓക്കെ. അപ്പൊ ഇരിക്കും Roman letter 1. Use phrasal verb PHRASEL. Phrasal verb for the underlined 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 words. WORDS. ചോദ്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ് phrasal verb for the underlined words. Yes. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രാഖി ആരൊക്കെ അയച്ച്? വിസിറ്റഡ് VISITED. വിസിറ്റഡ് her
grandmother. Grandmother. Ragi visited her grandmother. ഇനി അതിന്റെ ഇടയിൽ have visited എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യും. Visited. Visited അണ്ടർലൈൻ ചെയ്യും. യെസ്, അതിന്റെ അടിയിൽ ABC എഴുതിക്കും. A called on, CALLED, called on. B called at, CALLED, called at. C called out. Rasmina, it is your turn. Sir, called on. Called on. It's a correct answer. Very good, very good, very good. Another question. My father died, DIED, died on 15th, 15 മോളിൽ TH എന്ന് വിട്ടാൽ മതി. 15 മോളിൽ TH, 15th. My father died on 15th September 2015. Yes, another, I died എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യും. അതിന്റെ അടിയിൽ ABC മൂന്നൂത്തെ എഴുതിക്കും. A passed by, PASSED, passed by, BY. B passed away, PASSED, passed away, AWAY. C passed in, PASSED, passed in. Lini Thomas, your turn. Sir, B passed away. Passed away. Correct answer. Next question. We will continue, CONTINUE, continue our policy, POLICY, policy. എന്നിട്ട് ആ കണ്ടിന്യൂ എന്നുള്ളതിന്റെ അടിയിൽ പറയുന്നത്. ഓക്കെ, അടി ABC മൂന്ന് ആൻസർ ചോദിക്കും. A carry in, CARRY, carry in. B carry for, CARRY, carry for. C carry on, CARRY, OY. Survin, it is your turn. Sir, carry on. It's a correct answer. Very good, very good, very good. Arthur. She decided, DECID, decided to stop, STOP, stop walking, WALK, walking in the morning. In the morning. ഒന്നുകൂടി പറയാം. She decided to stop walking in the morning. എന്നിട്ട് ആ സ്റ്റോപ്പിന്റെ അടിയിലെ വരുക. ABC മൂന്നൂത്തെ വരിക. A give up,
B. Give on. C. Give for. Yes, Sanisha, it is your turn. Give up. Give up. It's a correct answer. Very good, very good, very good. Yes, അപ്പോ അതിൽ നിന്ന് ആ പ്രൈസിൽ വർബിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ തരാം. അപ്പൊ അതൊന്ന് നോക്കിയാൽ. രണ്ടാമത് റോമൻ ലെറ്റർ 2. Fill in the blanks. Fill in the blanks using USING, using correct, CORRECT, correct preposition. Correct preposition. അതിന്റെ അകത്ത് 1 ചോദ്യം, what are you looking, looking dash question mark. അതിന്റെ അടിയിൽ ABC 3 ഉത്തരം എഴുതിക്കോളൂ. A for FOR, B 2 TO 2, C about ABOUT. Shamna Manoj, it is your turn. About. ഉറപ്പല്ലേ? മാറ്റമില്ല. 4 ആണ് സർ. പരീക്ഷയ്ക്ക് ഞാൻ പറ്റുമോ? ഷംന പറഞ്ഞുതരാം. 4 ആണ് കറക്റ്റ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 4 ആണ് കേട്ടോ. എന്തിനു വേണ്ടി തിരയുന്നു? 4 ആണ്. Yes. Next question. We have been using it, USING, using it dash ഇനി അക്കത്തിൽ എഴുതിക്കോ. 4 4 years, YEARS. ഒന്നുകൂടി പറയാം. We have been using it dash 4 years. അതിന്റെ ഇടയിൽ ABC. A since, SINCE, since. B ഒന്നുകൂടി പറയാം. കട്ടായി പോണു. സെന്റൻസ് ആണോ വേണ്ടേ? സ്റ്റക്ക് ആവുക സാർ പറയണത്. എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? ഇല്ല അല്ലേ? അപ്പൊ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. റേഞ്ചിലോട്ടോടെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, യെസ്. ഒന്നുകൂടി പറയാം, നോ പ്രോബ്ലം കേട്ടോ. സെന്റൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വി ഹാവ് ബീൻ യൂസിങ് ഇറ്റ് ഡാഷ് 4 years. ABC 3 ആൻസറിൽ A സിൻസ്, B 4 FOR, C during, DURING. Hairunisa, it is your turn. സാർ ഞാൻ ക്വസ്റ്റ്യൻ പോലും കേട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല? ഇല്ല, ഒന്ന് പറയൂ. പാസ് ചെയ്യും. എന്തോ? ഓക്കെ, പാസ് ചെയ്തു സാർ. യെസ്, ബിനീഷ. Sir, ഏതായിരിക്കും ഇതിന്റെ ഉത്തരം? 4. 4. It's a correct answer. Very good. 4 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. We walked, WALKED. We walked dash the park. We
walked dash the park. അതിന്റെ അടിയിൽ ABC 3 എഴുതിയോ. A on, B for, C to, TO2. Which case it is U vector. To the park. Very good, correct answer. Very good. അപ്പൊ മനസ്സിലായല്ലോ. പ്രിപ്പോസിഷൻ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രതീക്ഷിക്കുക. ഫ്രേസൽ വെർബ്, പ്രിപ്പോസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോമൻ ലെറ്റർ 3. Fill in the blanks. Using suitable question tag. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1. She is angry. Comma dash question mark. അതിന്റെ ഇടയിൽ ABC 3 എഴുതിക്കോ. A isn't ISN apostrophe T. Isn't she. B is she. IS is she. C aren't she. AREN apostrophe T. Aren't she. Jinu, it is your turn. ഹൈറോനീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ജിനു പറയൂ. ഈസിന്റെ ഷീ ആണോന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയം പോലെ ആണ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്ത് ഷീ നോസ് KNOWS knows him, comma dash question mark. ABC 3 എഴുതിക്കോ. A don't she. DON apostrophe T. Don't she. B doesn't she. DOESN apostrophe T. Doesn't she. C do she. John, it is your turn. Yes, Harvisa. Doesn't she. രണ്ടു പേർക്ക് ചാൻസ് തരാം. ജോൺഫിയുടെ ആൻസർ എന്താണ്? ജോൺഫി ആൻസർ എന്താണ്? Doesn't she. ഹൈറോനീസ് ആൻസർ എന്താണ്? ഹൈറോനീസ് പോയാ. യെസ്. സംഗീതം എന്താ പറഞ്ഞേ? സാർ ഞാൻ ആൻസർ ഒരു ABC ആൻസർ ശരിക്കും കേട്ടില്ല സാർ. എനിക്ക് പ്രോബ്ലം ഷീ നോസ് ഹിമിന്റെ നോ പ്രോബ്ലം. ഷീ നോസ് ഹിം എഴുതിയല്ലോ. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. എ എന്ന് പറഞ്ഞ ആൻസർ ഡോണ്ട് DON apostrophe T. ഡോണ്ട് ഷീ. രണ്ടാമത്തെ ഡസന്റ് ഷീ. മൂന്നാമത്തെ ഡു ഷീ. DO2.
ആൻസർ ഓക്കെ, ഡെസിൻഡിസ്റ്റിങ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കി വെച്ചേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, റോമൻ ലെറ്റർ 4 കേട്ടോ. യൂസ് past participle PARTICIPL participle of the verb given in bracket BRACKT. Use past participle of the verb given in bracket. Yes. രണ്ട് ചോദ്യം അല്ല, അതിന്റെ അകത്തുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. She has sing sing well WELL. She has sing well. എന്നിട്ട് ആ സിംഗ് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിൽ കൊടുത്തു. സിംഗ് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിൽ കൊടുത്തു. അതിന്റെ അടിയിൽ ABC 3 ഉത്തരവിലേക്ക്. എ സങ് SUNG സങ്. ബി സാങ്സ് SANGS. സാങ്സ് വേണ്ട, സാങ് മതി. എസ് കളഞ്ഞു. SANG സാങ്. മൂന്നാമത്തെ ആൻസർ സിങ്സ് SINGS സിങ്സ്. സംഗീത, ഇറ്റ് ഈസ് യുവർ ടേൺ, പറഞ്ഞോളൂ. ആദ്യത്തെ ആണ്, രണ്ടാമത്തെ ആണ്, മൂന്നാമത്തെ? രണ്ടാമത്തത്. ഓക്കെ. മേരി ദിൽഷ. ഹലോ. യോജിക്കുന്നില്ല യോജിക്കുന്നില്ല സർ. ആൻസർ ഫസ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ ഫസ്റ്റ് ആണ്. SUNG സങ് ആണ് കേട്ടാ. സാങ് സംഗീത പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ SUNG ആണ്. ലിനി എന്താ ചോദിച്ചാൽ? സർ സി ഓപ്ഷൻ എന്തായിരുന്നു? കേൾക്കണില്ല. SINGS സിങ്സ്. സിംഗ് എന്നുള്ളതിന്റെ കൂടെ ഒരു S കൂടി ചേർന്നു. സിങ്സ്. ഓക്കെ സർ. ഞാൻ ആ സംഗീത സാങ്സ് ആദ്യം പറഞ്ഞിട്ട് S വെട്ടിക്കളഞ്ഞപ്പോ അതാവും എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞതായിരിക്കുമോ സംഗീത? എനിക്കതൊരു ഡൗട്ട് വന്നു സാർ, അതാണ് പറ്റിപ്പോയത്. അപ്പൊ 2 മാർക്ക് പോയില്ലേ? ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We have play play cricket CRICKET cricket. ഒന്നുകൂടെ പറയൂ ക്വസ്റ്റ്യൻ. Okay, don't worry. We have play play cricket CRICKET cricket. എന്നിട്ട് ആ പ്ലേ എന്നുള്ള വേർഡ് ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ABC 3 ഉത്തരം എഴുതിയോ. എ പ്ലേസ് PLAYS പ്ലേസ്. ബി പ്ലേഡ് PLAYED പ്ലേഡ്. സി playing PLAYING playing. Yes. Lini, പറഞ്ഞോളൂ. സർ we have played cricket. Yes, B ആണല്ലേ. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. അപ്പോ അതും കൂടി നോക്കിയേക്കുക. പാസ്റ്റ്
participle of the verb. Okay, Harisha? Yes. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഒരു ചാപ്റ്റർ ഇനി നമുക്കൊന്ന് എടുക്കാനുണ്ട്. യെസ്, നമ്മൾ ആ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും 2 ആഴ്ച വരെ ക്ലാസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് മനസ്സിലെത്തി പഠിക്കുക, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അപ്പോ സ്വാഭാവികമായിട്ടും പരീക്ഷ വഴിയൊക്കെ എഴുതാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് ഞാൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മയില്ലേ, ഇംഗ്ലീഷ് പരീക്ഷക്കാരും പരാജയപ്പെടില്ല. ഓക്കെ ജിനു? യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ സംഗീത? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ ജിനു. ഫസ്റ്റ് ടൈമിലെ എക്സാമിന് സാർ തന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇല്ലേ, അതന്നെയാണല്ലോ മിസ്സാർ തന്നത്. അപ്പൊ എല്ലാവരും പാസ്സായി. ഇപ്രാവശ്യം സെക്കൻഡ് ടൈം അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണോ അതോ അതിന്റെ മോഡലായിട്ടാണോ വരിക? മോഡലാണ്. ചോദ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേറെ ആളുകളുണ്ട് കേട്ടോ, അതൊക്കെ വേറെ ഹൈ ലെവലല്ലേ. യെസ്, അപ്പൊ ഈ മോഡൽ പഠിച്ചിട്ട് പോവാം. ഓക്കെ ഓക്കെ. പിന്നെന്താണ്? അപ്പൊ ജിനുവിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫുള്ള് മാർക്ക് ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഒരു ക്വസ്റ്റ്യൻ പോയി. കുഴപ്പമില്ല, അശ്രദ്ധയോട് പോയതാണ്. അപ്പൊ ഒന്ന് നോക്കിയേ, ഇന്ന് നമ്മൾ എഴുതിയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഫുള്ള് ശരിയായ എത്ര പേരുണ്ട്? ജിനു ജോസ്, സർ, എന്താണ് ലിനി പറഞ്ഞത്? എഴുതിയത് ഫുള്ളാണ്. മറ്റത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാരണം ഫുള്ള് കിട്ടാൻ വഴിയില്ല. ചെയ്തത്രയും കറക്റ്റ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഇന്നോട്ടാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഒരെണ്ണം തെറ്റിയവിടെ. ബിനീഷ ജോൺഫി, ഷംന മനോജ്. 2 എണ്ണം തെറ്റിയവര്. 3 എണ്ണം തെറ്റിയവര്. ഇനി അപ്പൊ തെറ്റ് കുറവാണ്, എല്ലാവരും പാസ്സായി. അപ്പോ എല്ലാവരും പാസ്സായിരിക്കുന്നു കേട്ടോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നിങ്ങളുടെ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി നമുക്ക് എന്താ പറയാ, കുറച്ചേരം കൂടി ഉള്ളൂ. അപ്പൊ നമുക്ക് എന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞ സംഗതിയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഇംഗ്ലീഷില് എല്ലാവരും ആരും കൈവെക്കാത്ത ഒരു സംഗതിയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അതങ്ങനെ പോട്ടേന്ന് വിചാരിക്കും, പിന്നെ പറയാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അതങ്ങനെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാതെ വിചാരിക്കാം. അങ്ങനെയാണ് സാധാരണ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അതൊരു പരദൂഷണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കേട്ടു, ഈ കേട്ട കാര്യം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു പരദൂഷണം എന്നുള്ളതെന്ന് പറയും, അല്ലേ? യെസ്, ജോൺ ഫി, ഞാനൊരു സിറ്റുവേഷൻ പറയണം. രാവിലെ തന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നു. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ജോൺ ഫിയോട് പറയുന്നു, ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം, നീയും പിള്ളേരും റെഡിയായിട്ട് ഇരുന്നോട്ടോ. സാധാരണ ഒരു വലുത് 7 മണിക്കാണ്. അപ്പോ പോയപ്പോ വാതിക്കൽ വെച്ച് നിങ്ങളോട് പറയുന്നു, ഞാൻ വൈകിട്ട് 5 മണിക്ക് വരാം, റെഡി ആയിട്ടിരുന്നു, വേറെ എന്തോ പരിപാടി പ്ലാൻ ചെയ്തിട്ടാന്ന് ചോദിച്ചു. ഭർത്താവ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ജോൺ ഫി അകത്തേക്ക് ഇല്ലെന്നു. അകത്തേക്ക് ചെന്നിട്ട് കുട്ടികളോട് ഇത് പറയും, അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും?
അച്ഛൻ ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? ജോൺഫി, I will come at 5 o'clock. You get ready and you and our children get ready. അങ്ങനെ പറഞ്ഞിട്ട് വൈകുന്നേരം ഇതാണ് വാചകോട്ടെ. I will come at 5 o'clock. ഓക്കെ. എന്നിട്ട് ഭർത്താവ് പോയി. ജോൺഫി അകത്തേക്ക് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു. അപ്പൊ കുട്ടികളോട് പറയുന്നു. എങ്ങനെ പറയും? വെച്ചോട്ടാ. ജോൺഫിയുടെ ഭർത്താവ് എന്നുള്ളതിന്റെ പകരം അവരവരുടെ ഭർത്താക്കന്മാരെടുത്തു. യെസ്, ഓക്കെ. അത് എന്ത് ഒന്നും ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകും. ജോൺഫിയുടെ ഇഷ്ടം പോലെ പറഞ്ഞു. അതായത് ഭർത്താവ് പോയപ്പോ പറയുന്നു, ഭാര്യയോട് പറയുന്നു, കുട്ടികളോട് പറയുന്നത് എന്തുവാ? കുട്ടികളോട് പറയും. അതാണ് സംശയം. ജോൺഫി എന്തായാലും എന്ന് പറയും. ഇപ്പൊ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ട് പോയിരിക്കും മലയാളത്തില്. ജോൺഫി എന്ത് പറയും കുട്ടികളോട്? എന്നിട്ട് മക്കളെ പറയൂ. പപ്പ വൈകിട്ട് നേരത്തെ വരുമെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നതാണ്? അല്ല, നമുക്ക് ചുരുക്കാം. വേറെന്തോ പ്രോഗ്രാമൊക്കെ നമുക്ക് ചുരുക്കിട്ട്, മക്കളെ പപ്പ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറയാൻ പറ്റുള്ളൂ. Your father is evening 5 o'clock at 5 o'clock. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ജോൺഫി, സംഗീതാണെങ്കിൽ എന്ത് പറയും? മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ നേരത്തെ വരുമെന്ന് പറയും. ഇംഗ്ലീഷ് പറയണ്ടേ? അറിഞ്ഞൂടെ? ഓക്കെ, സംഗീത പറഞ്ഞോ. എനിക്കറിയാവുന്ന പോലെ പറയാം. പപ്പ says he will come at 5 o'clock. വെരി ഗുഡ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരാളോട് ചോദിക്കാം. മേരി ദിൽഷ, what do you say? Your father told me we should be ready by 5 o'clock. യെസ്. അപ്പോ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു 5 മണിയാകുമ്പോ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാൻ, അല്ലേ? അപ്പൊ പുള്ളി വരാനുള്ള കേസ് പറഞ്ഞിട്ടില്ല, നമ്മൾ റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കൂട്ടിച്ചേർത്ത് മേരി ദിൽഷ, 5 മണിക്ക് പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. He will be there at 5 o'clock. 8 to 5 o'clock. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് കേട്ട കാര്യം വേറൊരാളോട് ചെന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ് നമുക്ക് പറയേണ്ടി വരിക. തമാശക്ക് പറയുന്ന എക്സാമ്പിൾ ആണ്. ഒരു ചെറിയ ക്ലാസ്. ആ ചെറിയ ക്ലാസ്സിൽ ടീച്ചർ ബോർഡിൽ എഴുതി മൈ ഹെഡ്, എന്റെ തല, മൈ ഹെഡ്, എന്റെ തല, മൈ നോസ്, എന്റെ മൂക്ക്, മൈ ഐസ്, എന്റെ കണ്ണ്. ഇതിങ്ങനെ ടീച്ചർ പല പ്രാവശ്യം കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചു. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികളേക്ക് പറയും. എന്നിട്ട് ടീച്ചർ അവരോട് പറഞ്ഞു നാളെ വരുമ്പോൾ ഇത് പഠിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കഥാനായികയായ ചെറിയ കുട്ടി രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഉമ്മറത്തിൽ നിന്ന് വായിക്കുകയാണ്. മൈ ഹെഡ്, ടീച്ചറിന്റെ തല, മൈ ഹെഡ്, ടീച്ചറിന്റെ തല, മൈ നോസ്, ടീച്ചറിന്റെ മൂക്ക്. ഇതാണ് വായിക്കുന്നത്. കാരണം കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ടീച്ചർ അവിടെ പറഞ്ഞത് എന്താണ്? എന്റെ തല എന്നാണ് പറഞ്ഞത്. അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു? ടീച്ചറിന്റെ തല. അപ്പൊ കുട്ടി അങ്ങനെ തന്നെ പറയണം, മൈ ഹെഡ്, ടീച്ചറിന്റെ തല. അപ്പോഴാണ് അവിടെ നിന്ന് പത്രം വായിക്കുന്ന അച്ഛൻ ഇത് കേട്ടത്. അപ്പൊ അച്ഛന് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അച്ഛൻ വന്നിട്ട് മകളെ ഉപദേശിച്ചു, മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറിന്റെ തല എന്നല്ല, മൈ ഹെഡ്, എന്റെ തല. മനസ്സിലായ? അപ്പൊ കുട്ടി പറഞ്ഞു ഓക്കെ. അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കുട്ടി വീണ്ടും വായിക്കാൻ ആരംഭിച്ചു. മൈ ഹെഡ്, അച്ഛന്റെ തല,
മൈ ഹെഡ്, അച്ഛന്റെ തല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ല, എന്റെ തലേന്നല്ലേ പറഞ്ഞേ. കുട്ടി അത് വിചാരിച്ചു അച്ഛന്റെ തലേന്ന് വിചാരിച്ചു. അപ്പോഴാണ് അച്ഛനുള്ള ചായയുമായിട്ട് അമ്മ ആ വഴിക്ക് വരുന്നത് രാവിലെ തന്നെ. അപ്പൊ വായിക്കുന്നതിന്റെ പന്തികേട് കണ്ടു കഴിഞ്ഞപ്പോ അമ്മ വന്ന് മോളോട് പറഞ്ഞു, മോളെ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ തലേന്നല്ല, മൈ ഹെഡ് എന്റെ തലേന്ന്. ഓഹോ, അങ്ങനെ വായിക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത് പറയണ്ടല്ല എന്തായിരിക്കും കുട്ടി വായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ എന്ത് വായിച്ചു? കുട്ടി അമ്മ പോയി കഴിഞ്ഞപ്പോ വീണ്ടും വായിച്ചു മൈ ഹെഡ്, അമ്മയുടെ തല. യെസ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം വേറൊരാളോട് നമ്മൾ പറയുമ്പോ വേറൊരു രീതിയിൽ പറയും. യെസ്. അപ്പോ ലിനിയോട് ഒരാള് പറയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഒരു എക്സാമ്പിൾ ഉണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ലിനി അത് കേട്ടിട്ട് ലിനി ചെന്ന് വീട്ടിൽ ചെന്ന് പറയുമ്പോ അനീത്തിയോട് പറയണം. എന്ത് പറയും? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അനീത്തിയെ ഇഷ്ടപ്പെടുന്നത് ആരാണ്? ലിനിയാവും. പക്ഷേ ലിനി വീട്ടിൽ ചെന്ന് പറയുമ്പോ എങ്ങനെ പറയണം? അവൻ പറഞ്ഞു അവന് എന്നെ ഇഷ്ടമാണെന്ന്, ഇങ്ങനെ തന്നെ പറയണം. അതല്ലാതെ വീട്ടിൽ ചെന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോ ലിനിക്കാണ് സഹോദരി ഇഷ്ടം. പിടികിട്ടിയോ? യെസ്, ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ട കാര്യം അതുപോലെ ആയിട്ട് ചെന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പറയാൻ പറ്റും. പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവൻ പറഞ്ഞു അവന് എന്നെ ഇഷ്ടമാണെന്ന്. അത് പിടികിട്ടിയല്ലോ? യെസ്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. യെസ്. ഇനി നമ്മളിപ്പോ സാധാരണഗതിയിൽ നാടകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ബുക്ക് വായിക്കുമ്പോൾ ഒരു ഇടതുവശത്തറ്റത്ത് കഥാപാത്രത്തിന്റെ പേരുണ്ടാവും, അതിന്റെ 2 കുത്തുണ്ടാവും, അതിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഉണ്ടാവും അല്ലെ? അച്ഛൻ, മോളെ നീ എവിടെ പോകുന്നു? അപ്പൊ മകൾ 2 കുത്ത്, അച്ഛൻ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നു. അച്ഛൻ, നീ എപ്പോഴാണ് പോകുന്നത്? നീ ആരുടെ കൂടെയാണ് പോകുന്നത്? മകൾ, അമ്മയുടെ കൂടെ. അപ്പൊ അച്ഛൻ 2 കൂത്തുകെട്ട്, സൂക്ഷിച്ചു പോണേ. ഇത് ഇങ്ങനെ കാണൂലേ? ഇതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റി എഴുതുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. യെസ്, അത് മാറ്റി നമ്മൾ എഴുതുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഇനി നമുക്ക് ആ 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ്. യെസ്. അപ്പോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം പിടികിട്ടിയല്ലോ. യെസ്. ഇപ്പോ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പൊ മേരി ദൃശ്യനെ അവിടെ നിൽക്കുകയാണ്. മേരി ദൃശ്യ അവിടെ നിന്നുകൊണ്ട് പറയുന്നു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ത്യയെ, അത് മേരി ദൃശ്യ സ്റ്റേജിൽ നിന്ന് പറയുന്നു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇത് കേൾക്കുന്ന സനീഷ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുന്നു. സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടല്ലോ. മേരി ദൃശ്യ അവിടെ പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ആ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? മേരി ദൃശ്യല്ലേ. ഇത് കേട്ട സനീഷ വീട്ടിൽ ചെന്ന് തന്റെ അമ്മയോട് പറയുന്നു മേരി ദൃശ്യ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും? മേരി ദൃശ്യക്ക് അറിയാം സനീഷയെ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് മേരി ദൃശ്യ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞതല്ലേ വിചാരിക്കുള്ളൂ. കാരണം ഒന്നുകൂടി പറയാം, മേരി ദൃശ്യ പറയുന്നു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അത് കേട്ട് സനീഷ വീട്ടിൽ ചെല്ലുമെന്ന് പറയുന്നു മേരി ദൃശ്യ പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അപ്പൊ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ആരാണ്? സനീഷയാണ്. അപ്പൊ ശരിക്കും സനീഷ വീട്ടിൽ ചെന്ന് എന്താ പറയേണ്ടത്? മേരി ദൃശ്യ പറഞ്ഞു അവൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഇങ്ങനെ തന്നെ പറയണം. അന്നാലാണ് സ്നേഹിക്കുന്ന ആള് മേരി ദൃശ്യാവുള്ളൂ. ആ മേരി ദൃശ്യ എന്നുള്ളതിന് പകരം മേരി ദൃശ്യനാണെങ്കിൽ നമ്മളത് പറയണം മേരി ദൃശ്യം പറഞ്ഞു അവൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്ന്. ഇങ്ങനെ മാറ്റണം. യെസ്. ഓക്കെ. ആ മാറ്റത്തിനെയാണ് നമ്മളിത് പറയുന്നത്. കാഞ്ചനമാല മൊയ്തീൻ്റെ അടുത്ത് പോയതല്ലേ?
അല്ല, നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആവും. സുറുമി പിടികിട്ടിയില്ലേ സംഭവം? യെസ്, ഓക്കെ ഓക്കെ. ഇത്രയുള്ള കേസ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇത് അവിടെ ഈസ് വരുമ്പോൾ ഇപ്പോഴത്തെ വാസിട്ടോ ഇങ്ങനെയാണ് പറയും, ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ അത് അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി നോക്കുമ്പോൾ, നിങ്ങൾ ടെൻസ് ഒന്ന് പഠിക്കേണ്ടത് മറിച്ച് വയ്ക്കാൻ മതി. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് എൻജി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതൊന്നും നോക്കി വെച്ചേക്ക്. കാരണം അവിടെ നിന്നാണ് നമ്മളിത് മാറ്റി തന്നെ. യെസ്, അപ്പൊ അതൊന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. യെസ്, അപ്പൊ ഓക്കെ, സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയുള്ള 2 ക്ലാസ്സിലും കൂടി നമുക്ക് കാണാം. 2 ക്ലാസ്സൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ടീച്ചർ പറയും. യെസ്, അപ്പോ എന്തിനാണ് ഹെയർ ഓക്കെ, ഡോണ്ട് വറി. അപ്പൊ നമുക്ക് വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത സൈൻ ഔട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോഴേക്കും പെരുന്നാളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഊഷ്മളമായ പെരുന്നാൾ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, Thank you, sir. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ.
Thank you.